ഇന്ന് നമുക്ക് നല്ല അടിപൊളിയൊരു തക്കാളി ചോറ് ഉണ്ടാക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം ചക്കിയുടെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണിച്ച തക്കാളി ചോറുണ്ടല്ലോ, അതാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഓയിൽ മാത്രം ചേർത്താലും മതി. പക്ഷേ നെയ്യ് ചേർക്കുമ്പം ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പം അത് ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വാടി വരുമ്പം അതിലേക്ക് 2 പച്ചമുളക് കീറിയതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പം അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി ഈ തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞ് എണ്ണ തെളിഞ്ഞ് വരുന്ന പരുവം വരെ വഴറ്റിയെടുക്കണം. ഇതുപോലെ വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള കൈമാ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് റൈസായാലും കുഴപ്പമില്ല, കൈമാ റൈസോ ബാസ്മതി റൈസോ ഏതായാലും കുഴപ്പമില്ല. അത് അരമണിക്കൂർ കുതിർത്ത് വെച്ച ശേഷം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് വഴറ്റി അതിലെ വെള്ളമൊക്കെ നല്ല പോലെ പോയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നല്ല തിളച്ച വെള്ളം, അടുപ്പയിലിരുന്ന് വെട്ടി തിളച്ച വെള്ളം അതേ പടിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് അരിയുടെ ലെവലിൽ നിന്ന് 1/2 ഇഞ്ച് ലെവൽ മേളിൽ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ ലെവൽ വെള്ളത്തിൽ കുറച്ച് മുന്നോട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഏതരിക്കായാലും ഈ ലെവലിൽ വെള്ളം ചേർത്ത് കൊടുക്കുക, കറക്റ്റ് വേവിൽ കിട്ടും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തക്കാളി ചോറ് നോക്കി കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. നല്ലൊരു മണമാണ് കേട്ടോ. ഇത് തുറക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റും. നമ്മുടെ തക്കാളി ചോറ് ഇവിടെ റെഡിയായി. ഒരുപാട് പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന തക്കാളി ചോറാണ്. കറക്റ്റ് വേവാണ് വന്നിരിക്കുന്നത്. എല്ലാം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഈ തക്കാളി ചോറ് റെഡിയാക്കി നോക്കുമല്ലോ അല്ലേ. സ്കൂളിൽ പോകുന്ന മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിലൊരു സലാഡും പപ്പടവും ഉണ്ടെങ്കിൽ സംഭവം സെറ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.